ഞങ്ങൾ അയൽവാസികളും ബന്ധുക്കളുമാണ്. എനിക്ക് കുട്ടിക്കാലം തൊട്ട് അദ്ദേഹത്തെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അറിഞ്ഞപ്പോൾ തന്നെ ഇതിന് പുറകിൽ പുള്ളിയായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചത്. ചെറുപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് അത്തരത്തിലുള്ള ഒരു രീതി ഉണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു എലമെൻറ്റും ഉണ്ട്. ഇപ്പോൾ ഈ കേസിൽ ദിലീപ് എന്ന് പറഞ്ഞ സിനിമാറിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് എനിക്കൊരു സംശയമില്ല. എനിക്ക് യാതൊരു സംശയമില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. പക്ഷേ എൻ്റെ ബോധ്യമല്ലല്ലോ. ഈ ദിലീപ് പുണ്യവാനാണ്, പരിശുദ്ധനാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ ചില ഹിന്ദുത്വ സൈബർ തീവ്രവാദികളാണ്. അത് ശ്രദ്ധിച്ചു. ഓക്കെ. ഈ കേസ് വിധിച്ച ജഡ്ജി CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ മകളാണ്. ജഡ്ജി പ്രകടമായിട്ടും പ്രതികൾക്ക് അനുകൂലമായിരുന്നു, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് എതിരായിരുന്നു. പക്ഷേ വിധി വന്നപ്പോൾ 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചിരിക്കുകയാണ്. അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ദിലീപിന് മാത്രമേ ഒരു ആനുകൂല്യം കിട്ടിയുള്ളൂ. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കുറ്റമുക്തനാക്കിയ കോടതി നടപടികളിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ്. ചിലരൊക്കെ തന്നെ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ചില സംഘടനകളൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടും ഉണ്ട്. ഇപ്പോഴും ഈ വിഷയത്തിൽ ഇരയ്ക്കൊപ്പം എന്ന വാദം ഉയർത്തി മുന്നോട്ട് വരുന്നവരും ഉണ്ട്. ഇതൊക്കെ നൽകുന്ന സൂചന എന്താണ്? കോടതി വിധിയിൽ അവർക്കൊന്നും തന്നെ വിശ്വാസം ഇല്ലേ? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. സർ, ഈ കോടതി വിധി വന്നതിന് ശേഷം ഒരുപാട് ചർച്ചകൾ നടന്നു, ഇപ്പോഴും തുടരുന്നു. എന്താണ് ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? ഈ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടും ഒപ്പം അത് എന്നെ തുടർന്ന് നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ചുമൊക്കെ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ സംഭവം ഉണ്ടായത് മുതൽക്ക് ഇതിൻ്റെ നാളുവഴികളിൽ എൻ്റേതായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം നടന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പുറകിൽ ഇന്ന ആളുകളായിരിക്കും എന്ന് ഞാൻ ഏതാണ്ട് ഊഹിച്ചിരുന്നു. പിന്നീട് ഈ പൾസർ സൂനി അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം വഴിമുട്ടി നിൽക്കുകയും ചെയ്ത സമയത്ത് ഈ കേസ് പുറത്തുവിട്ടിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആൾ എന്ന് പറയുന്നത് നമ്മുടെ യശശരീരനായ തൃക്കാക്കര MLA ശ്രീ PT തോമസ് ആയിരുന്നു. PT തോമസ് കൃത്യസമയത്ത് അവിടെ ലാലിൻ്റെ സ്റ്റുഡിയോയിൽ ചെല്ലുകയും ഈ അതിജീവിതയെ കാണുകയും അവരുടെ കണ്ണീരിൽ കുതിർന്ന കഥന അവിടെ വെച്ച് അറിയുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ സിനിമാ രംഗത്തുള്ള മാഫിയ ഈ പ്രശ്നം ഒത്തീർപ്പാക്കി ഒരു പരാതി പോലും ഇല്ലാതെ തീർക്കുമായിരുന്നു. അതൊക്കെ ചെയ്യാൻ പറ്റിയ വലിയ ഖലന്മാരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. സിനിമാ രംഗത്ത് വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ആ മാഫിയ പ്രവർത്തനത്തിൻ്റെ കാണപ്പെട്ട ഒരറ്റമാണ് നമ്മുടെ പൾസർ സൂനി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇതിൽ വലിയ ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പണത്തിൻ്റെ വലിയ ഇടപാടുണ്ട്. ചില പ്രധാന നടന്മാർക്കും സിനിമയെ നയിക്കുന്ന മറ്റ് ഗൂഢശക്തികൾക്കും ബന്ധമുണ്ട്, പങ്കുണ്ട്. ഇക്കാര്യം മനസ്സിലായിക്കൊണ്ട് PT തോമസാണ് ഈ വിഷയം ഇടപെട്ടത്. അദ്ദേഹം അപ്പോൾ തന്നെ ഇത് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ദിനേശിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. IG ആയിരുന്ന വിജയനെ വിളിച്ചു പറഞ്ഞു. പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റയെ വിളിച്ചു പറഞ്ഞു. നിശ്ചയമായിട്ടും ഇതിൽ അന്വേഷണം ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്. പിറ്റേ ദിവസം അദ്ദേഹം രമേശ് ചെന്നിത്തല നടത്തുന്ന ഒരു ഉപവാസ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ഹരിപ്പാട്ടേക്ക് പോകുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ മനോരമയുടെ ലോക്കൽ പേജിൽ ഒരു വാർത്ത വരുന്നു. ലോക്കൽ പേജിൽ വന്ന വാർത്ത കണ്ട് മനോരമയുടെ TV ചാനലാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. പിന്നീട് മറ്റ് ചാനലുകൾ ഏറ്റുപിടിച്ചു. ആദ്യഘട്ടത്തിൽ നമ്മുടെ വിവരദോഷികളായ മാധ്യമപ്രവർത്തകർ ഈ നടിയുടെ പേരടക്കമാണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് വീണ്ടും വിചാരമുണ്ടായിട്ട് ഈ നടിയുടെ പേര് പിൻവലിച്ചു. ഒരു പ്രമുഖ നടി എന്ന രീതിയിൽ വാർത്ത കൊടുത്തു. അതിൽ അന്വേഷണം വഴിമുട്ട് എന്ന അവസ്ഥയിൽ പൾസർ സൂനി അറസ്റ്റ് ചെയ്തു, മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. അന്വേഷണം അവിടെ കൊണ്ട് അവസാനിക്കും എന്ന ഒരു ധാരണ വന്ന ഘട്ടത്തിൽ മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഇനിയും പ്രതികളുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ കൊട്ടേഷനുണ്ട് എന്നുള്ളത് വെറും ഭാവന മാത്രമാണ് എന്നൊരു കുത്തുവാക്കുകൂടി പറഞ്ഞ സമയത്താണ് PT തോമസ് എറണാകുളത്ത് ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ സത്യാഗ്രഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ 24 മണിക്കൂർ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരനാണ്. അന്ന് തന്നെ ഈ ഉപവാസ സമരം മുടക്കാനായിട്ട് എറണാകുളത്ത് 2 കോൺഗ്രസ് MLAമാർ, 2 യുവ MLAമാർ അവരാൽ കഴിയുന്ന വിധത്തിലൊക്കെ ശ്രമിച്ചു നോക്കിയതാണ്. കാരണം അവർക്കൊക്കെ ഇതിൻ്റെ അകത്ത് പല നിക്ഷിപ്ത താല്പര്യങ്ങളും ഉണ്ടായി, ഇപ്പോഴും ഉണ്ട്. ഏതായാലും ഉപവാസം VM സുധീരൻ തന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു. ആ ഉപവാസ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒരാളാണ് ഞാൻ പറഞ്ഞു, രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു ശരിയായ കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുടെ ഒപ്പമാണ് ഞാൻ എല്ലായ്പ്പോഴും നിൽക്കുന്നത്. അതിനൊന്നും രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല.
പി ടി തോമസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. അദ്ദേഹം ഈ ഉയർത്തിയ വിഷയത്തിൽ ഇടപെടാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല എന്ന് പറഞ്ഞ ആളാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ആളാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കിടപ്പുവശത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്ക് അന്ന് തന്നെ ഉണ്ട്. പിന്നെയാണ് കുറ്റപത്രം കൊടുക്കുന്നു, വിചാരണ നടക്കുന്നു. വിചാരണയുടെ ആദ്യഘട്ടത്തിൽ തന്നെ മൊഴി കൊടുത്ത ഒരാളാണ് പി ടി തോമസ്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് എന്നെ വിളിക്കുന്നുണ്ട്. അന്ന് കോവിഡ് സമയമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ വിചാരണ ശരിയായ ദിശയിലല്ല പോകുന്നത്. അവിടുത്തെ ന്യായാധിപ പ്രകടമായും പക്ഷപാതിത്വം പുലർത്തുന്ന രീതിയിൽ പെരുമാറുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അന്വേഷിച്ചപ്പോൾ മറ്റ് സാക്ഷികളുടെയും അനുഭവം ഒട്ടും തന്നെ വ്യത്യസ്തമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രവുമല്ല, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജിയുടെ വക്കീലാണ്. എന്നിട്ട് പി ടി തോമസ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, ആ പ്രോസിക്യൂട്ടറായിട്ട് സംസാരിക്കണം, അയാളുടെ രാജിവെച്ച് പോകരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജയശങ്കർ കൂടി ഒന്ന് പറയണം എന്ന് പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുരനുഭവങ്ങളൊക്കെ എന്നോട് പങ്കുവച്ചു. രാജി വെക്കുന്നതിൻ്റെ വക്കീലാണ്. ഏതായാലും ഈ കോടതി മാറ്റാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുക്കുന്നുണ്ട്, അതിജീവിതയും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചത് കോടതി മാറ്റാനുള്ള ഉത്തരവുണ്ടാവും എന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അതേ കോടതിയിൽ തന്നെ വിചാരണ തുടരണം. പ്രതികൾക്കും പ്രോസിക്യൂഷനും ആർക്കും പരാതിക്ക് ഇട നൽകാത്ത രീതിയിൽ വേണം ട്രയൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന രീതിയിലൊരു നിർദ്ദേശത്തോടെ ഇത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ഏതാണ്ട് ഇതേ വിധി സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആ പ്രോസിക്യൂട്ടർ രാജിവെച്ച് പോയി. പിന്നീട് വന്ന പ്രോസിക്യൂട്ടറും ഇതേ അനുഭവം ഉണ്ടായതിനെ തുടർന്ന് രാജിവെച്ച് പോയി. അതിനുശേഷമാണ് തിരുവനന്തപുരത്തുകാരനായ അഡ്വക്കേറ്റ് രാജകുമാർ ഇതിൻ്റെ പ്രോസിക്യൂട്ടറായിട്ട് ചുമതലയേറ്റതും അദ്ദേഹം ഏറെക്കുറെ സാഹസികം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ വിചാരണ പൂർത്തീകരിച്ചു. അപ്പോൾ ഇതിൽ പല വളവുകളും തിരിവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉണ്ടായിട്ട്, അപ്പോൾ ആ നാൾ വഴിയൊന്നും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ 1 മുതൽ 6 വരെ പ്രതികൾക്ക് ശിക്ഷ കിട്ടും. അവരുടെ പേരിലുള്ള കുറ്റം ആരോപണങ്ങൾ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ദിലീപ് അടക്കം ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് ആരോപിക്കപ്പെടുന്ന പ്രതികളെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ വേണ്ടത്ര ശക്തമല്ല. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട പല സാക്ഷികളും ഈ ദിലീപിനെ കുറ്റകൃത്യവുമായിട്ട് ബന്ധിപ്പിക്കുന്ന സാക്ഷികൾ പലരും കൂറുമാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ കേസ് ആ ഭാഗത്ത് ദുർബലമാണ്. ഇതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ഭാഗം ദുർബലമായതുകൊണ്ടാണ് ദിലീപ് അടക്കം ഗൂഢാലോചനക്കാരായ പ്രതികൾ, അതുപോലെ കുറ്റവാളികൾ ഒളിപ്പിച്ച പ്രതികളൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയുള്ള ഒരു വിധിയാണ് കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു നീതിന്യായ കോടതിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ തെളിവാണ് പ്രധാനം. ഇപ്പോൾ ഈ കേസിൽ ദിലീപ് എന്ന് പറഞ്ഞ സിനിമാറിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് എനിക്കൊരു സംശയമില്ല. എനിക്ക് യാതൊരു സംശയമില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. പക്ഷേ എൻ്റെ ബോധ്യമല്ലല്ലോ. ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് ആവശ്യം. അപ്പോൾ മാത്രമല്ല, ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഗൂഢാലോചനയിൽ വേറെ സാക്ഷികളാരും ഉണ്ടാവില്ല. ഈ കുറ്റം ചെയ്ത ആളും അതിനെ പ്രേരിപ്പിച്ച ആളും അതുപോലെയുള്ള ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരാൾ പുറത്ത് വന്നിട്ട് ഇന്നമാതിരി സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രമേ അത് തെളിയിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒരാൾ വന്ന് മാപ്പുസാക്ഷിയായി മൊഴി കൊടുത്താലും ആ മാപ്പുസാക്ഷിയുടെ മൊഴി പോലും കോടതി ഒരു നുള്ളു ഉപ്പും കൂടി കൂട്ടിയിട്ട് വിഴുകുകയുള്ളൂ. അതേപടി വിശ്വസിക്കുകയില്ല. അതിന് പ്രസിദ്ധമായൊരു ഉദാഹരണം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വെടിവെച്ചു എന്ന കേസാണ്. ഗാന്ധി കൊലക്കേസിൽ ഇതുപോലെ ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഉപജീവിച്ചത് ആ സന്ദർഭത്തിൽ ഈ ഹിന്ദു മഹാസഭയുടെ ഓഫീസിൽ ചെന്ന് സവർക്കറുടെ അനുഗ്രഹ ആശീസ്സുകൾ വാങ്ങി ഡൽഹിക്ക് പുറപ്പെടുന്ന പ്രധാന പ്രതികൾ, അതായത് നാഥുറാം ഗോഡ്സെ അതുപോലെ നാരായൺ ആപ്തെ, ഇവർ രണ്ടുപേരെയും സാവർക്കർ ആശീർവദിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. വിജയ് ഭവ, നിങ്ങൾ ഇത് വിജയിച്ചു വരൂ എന്ന് പറഞ്ഞാണ് വിടുന്നത്. അതിന് ഒരു സാക്ഷി ഉണ്ടായിരുന്നുള്ളൂ. അത് ദിഗംബർ ബാഡ്ജെ എന്ന് പറഞ്ഞ അന്നത്തെ ഈ സവർക്കറുടെ ഒരു ആശ്രിതനാണ്, അവിടുത്തെ ഒരു അന്തേവാസിയാണ്. അപ്പോൾ അദ്ദേഹം മാപ്പസാക്ഷിയായി. അദ്ദേഹം ഈ കാര്യം കോടതിയിൽ പറഞ്ഞു. പക്ഷേ ഈ മാപ്പസാക്ഷിയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ശിക്ഷിക്കാൻ പറ്റുകയില്ല. അതിന് സ്വതന്ത്രമായ മറ്റ് തെളിവുകൾ കൂടി വേണം. ഇൻഡിപെൻഡൻറ്റ് കൊറോബറേഷൻ എന്ന് പറയും. അതില്ലാത്തതുകൊണ്ട് സവർക്കർ വെറുതെ വിടുകയാണ് ചെയ്തത്, നമ്മുടെ ബി ഡി സവർക്കർ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ആ കേസിൽ, മഹാത്മാഗാന്ധിയെ കൊന്ന കേസിൽ പോലും തെളിവിൻ്റെ മാനദണ്ഡം അതാണ്. ഏത് കേസിലും ഇപ്പോൾ ഇവിടെ അതുപോലും ഇല്ല. അപ്പോൾ ആ രീതിയിലുള്ള തെളിവുകൾ ഈ കേസിൽ താരതമ്യേന കുറവായിരുന്നു. ഉള്ള തെളിവുകൾ തന്നെ ദുർബലമായിരുന്നു. അതൊരു കോടതിക്ക് വിശ്വസനീയമായി തോന്നിയില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ വിധിയെ സംബന്ധിച്ച് പലർക്കും പല എതിരഭിപ്രായങ്ങളും ഉണ്ട്.
അതിന് ഇനി പരിഹാരമാർഗം എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഹൈക്കോടതി ഈ തെളിവും അതുപോലെ രേഖകളും മൊഴികളും എല്ലാം പരിശോധിച്ച് പുനഃപരിശോധിച്ച് ഒരു അന്തിമ വിധി പുറപ്പെടുവിക്കും. അതുവരെ നമ്മൾ ക്ഷമിച്ചിരുന്നേ പറ്റുള്ളൂ. മാധ്യമങ്ങൾക്കും അത് വനിതാവകാശ പ്രവർത്തകർക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും ഈ കാര്യത്തിൽ എന്താണ് ഹൃദയവേദനയുള്ള എല്ലാ ആളുകൾക്കും അതല്ലാതെ വേറെ യാതൊരു പരിഹാരവും നിയമപരമായിട്ട് സാധ്യമല്ല. സാർ, അപ്പോൾ ഈ ഹൈക്കോടതിയിൽ പോയാലും നിലവിൽ കോടതി പരിഗണിച്ച തെളിവുകൾ ദുർബലമാണെങ്കിൽ ഈ ദുർബലമായ തെളിവ് ഹൈക്കോടതിയുടെ മുന്നിൽ എത്തുമ്പോഴും പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഏതാണ് അങ്ങയുടെ അനുമാനം? അല്ല, ദുർബലമായ തെളിവുകൾ എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ വിചാരണ കോടതി അതെ ദിലീപിനും മറ്റുമൊക്കെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി അവരെ വിട്ടയച്ചു. ഓക്കെ. അപ്പോൾ ഹൈക്കോടതിയെ സംബന്ധിച്ചുള്ള ഈ തെളിവുകൾ പുനഃപരിശോധിക്കാം. പുനഃപരിശോധിച്ചിട്ട് ദിലീപിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പ്രകടമാകത്തക്ക രീതിയിൽ കിട്ടിയ തെളിവുകൾ പര്യാപ്തമാണോ എന്ന് പുനഃപരിശോധിക്കാം. അപ്പോൾ ദിലീപിന് പങ്കാളിത്തമുണ്ട്, ദിലീപിന് പങ്കുണ്ട് എന്നാണ് ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തെ അടക്കമുള്ളവരെ ശിക്ഷിക്കാം. മറ്റേ പ്രതികളുടെ ശിക്ഷ ശരിവെക്കാം, അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനൊക്കെ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് ഈ തെളിവുകളുടെ പുനഃപരിശോധനയാണ്. പുതിയ തെളിവുകൾ സാധാരണ രീതിയിൽ ഹൈക്കോടതിയിൽ അനുവദനീയമല്ല. പക്ഷേ ഉള്ള തെളിവുകൾ ഹൈക്കോടതി പുനഃപരിശോധിക്കും. നിയമപ്രശ്നങ്ങൾ രണ്ടാമത് വാദം കേൾക്കും. അങ്ങനെ വിശദമായൊരു വാദത്തിന് ശേഷം ഇതിൽ ഒരു അന്തിമമായ വിധി ഉണ്ടാകും. ഇതിലിപ്പോൾ സമ്മർദ്ദം, അതുപോലെ തന്നെ ഭീഷണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കപ്പെട്ടു. അങ്ങ് തന്നെ പലരുടെയും അനുഭവങ്ങൾ കേട്ടിട്ടുമുണ്ട് നേരിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമ്മർദ്ദവും ഭീഷണിയും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഇത്രയേറെ ഹെവി വെയ്റ്റുകൾ ഇൻവോൾവ് ആയിട്ടുള്ള കേസാകുമ്പോൾ അത്തരത്തിൽ ഉള്ള വിഷയങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇതിനെ ടാക്കിൾ ചെയ്യാൻ മറ്റു വശങ്ങളൊന്നുമില്ലേ സർ? അല്ല, ഇങ്ങനെയുള്ള കേസുകളിൽ ഈ പ്രതിഭാഗം വളരെ ശക്തമാകുമ്പോൾ പോലീസും അതനുസരിച്ചുള്ള മറുമരുന്നുകൾ പ്രയോഗിക്കുകയാണ് സാധാരണ ചെയ്യുക. ഒരു കൂട്ടർ ശക്തരാകുമ്പോൾ മറുഭാഗത്തും അതനുസരിച്ചുള്ള ശക്തി വർദ്ധിപ്പിക്കും. അപ്പോൾ ശക്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കും. പിന്നെ ഈ സാക്ഷികൾ മറുകണ്ഠം ചാടാതിരിക്കാനുള്ള മറ്റ് വഴികൾ ആലോചിക്കും. പ്രോസിക്യൂട്ടർമാരായിട്ട് കൊലകൊമ്പന്മാരെ നിയോഗിക്കും. ഇപ്പോൾ പണ്ടൊക്കെ പ്രമാദമായ കേസാണെങ്കിൽ അഡ്വക്കേറ്റ് കുഞ്ഞിരാമമേനോനായിരുന്നു സ്ഥിരമായിട്ട് പ്രോസിക്യൂട്ടറായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭന്മാരെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായിട്ട് നിയമിക്കും. അവരാണ് പിന്നീട് ഈ മാതിരി കേസുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ഉഷാറായിട്ട് നടത്തുക. ഇപ്പോൾ സമീപകാലത്ത് തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൊക്കെ ഉണ്ടായ പല പ്രമാദമായ കേസുകളിലും അഡ്വക്കേറ്റ് നമ്മുടെ പുത്തൂർ മോഹൻരാജിനെ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുകയുണ്ടായി. അദ്ദേഹം നേരത്തെ കല്ലുവാതുക്കൽ വിഷമദ്യ കേസ് മുതൽക്ക് ഉണ്ടായിരുന്ന ആളാണ്. പിന്നീട് നമ്മുടെ ഒരു നവവധുവിനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു പോകുന്ന കേസുണ്ടായിരുന്നില്ലേ കൊല്ലത്ത്, ആ കേസിൽ അദ്ദേഹമായിരുന്നു. കോട്ടയത്ത് ആ കേസിൽ അദ്ദേഹമായിരുന്നു. അതൊന്നും തെളിയിക്കാൻ എളുപ്പമുള്ള കേസല്ല. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലിക്കലും പാമ്പ് കടിച്ച് മരിക്കലും തമ്മിൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കി. ശരിയാണ്. അത് ഒട്ടും എളുപ്പമല്ല. കാരണം ഒരു സ്ത്രീയെ പാമ്പ് കടിക്കുന്നു, മരിച്ചത് പാമ്പ് കടിയേറ്റാണ്, ദേഹത്ത് വേറെ യാതൊരു പരിക്കുമില്ല, ബലപ്രയോഗത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. അത് കൊലപാതകമായിട്ടെന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും? അത് കണ്ടെത്തിയാൽ പോരല്ലോ, അതെങ്ങനെ കോടതിയിൽ തെളിയിക്കാൻ കഴിയും? ഒരു ചോദ്യമല്ലേ. അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ വെറ്ററിനറി സയൻസിൽ വലിയ പാണ്ഡിത്യമുള്ള വിദഗ്ധ സാക്ഷിയെ കൂടുതൽ വിസ്തരിച്ചു. അപ്പോൾ പാമ്പ് കടിയും സാധാരണ പാമ്പ് കടിക്കുമ്പോൾ ഈ രണ്ട് വിഷപ്പല്ലുകൾക്കിടയിലുള്ള സ്ഥലം, അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ ദൂരവ്യത്യാസമുണ്ടല്ലോ, അതല്ല ഈ കേസിലുണ്ടായിട്ടുള്ള. അതായത് പാമ്പിൻ്റെ പത്തി പിടിച്ച് കടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ വിഷപ്പല്ലുകൾക്കിടയിലുള്ള അകലം വർദ്ധിക്കും. ഇത് ആ വിദഗ്ധ സാക്ഷി കോടതിയിൽ കൊടുത്ത മൊഴി കോടതി സ്വീകരിക്കും. അങ്ങനെയാണ് ആ കുറ്റം തെളിഞ്ഞത്. അപ്പോൾ അതുപോലെ പ്രഗത്ഭന്മാരായ പ്രോസിക്യൂട്ടർമാരും വിദഗ്ധ സാക്ഷികളും ഉണ്ടാണ്. മനസ്സിലായില്ലേ? അതെ അതെ. അപ്പോൾ അവിടെ കൃത്യം കണ്ട സാക്ഷികളാരുമില്ല, കൃത്യം കണ്ട സാക്ഷികളില്ല, സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യ തെളിവ് തന്നെ മൊഴി കൊടുക്കാൻ പറ്റാത്ത പാമ്പാണ്. അതിന് പാമ്പിനെ പോസ്റ്റ്മോർട്ടം ചെയ്തു. പാമ്പിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൻ്റെ വിഷസഞ്ചിയിൽ നിന്ന് വിഷം പുറത്തു പോയിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഈ രണ്ട് പല്ലുകൾക്കിടയിലുള്ള അകലം അത് കോടതിയിൽ തെളിയിച്ചിട്ടാണ് ആ കുറ്റം തെളിയിച്ചത്. അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളും പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കോർത്തിണക്കി കൊണ്ടുപോകണം. അതിന് ഭാഗത്തിന് പ്രഗത്ഭന്മാരായ പ്രോസിക്യൂട്ടർമാർ വേണം. നമ്മൾ ഈ അഡ്വക്കേറ്റ് ജനാർദ്ദനക്കുറുപ്പിൻ്റെ ആത്മകഥ വായിച്ചാൽ മനസ്സിലാവും.
എങ്ങനെയാണ് ക്രിമിനൽ കേസിൽ പ്രതിഭാഗം വക്കീലന്മാർ ഓരോ തന്ത്രങ്ങൾ എടുക്കുന്നത്, എങ്ങനെയാണ് പ്രോസിക്യൂട്ടർമാർ അതിന് മറികടക്കുന്നത്. അദ്ദേഹം രണ്ട് ഭാഗത്തും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ സാധാരണക്കാർക്ക് വായിച്ച് ഇതിനെക്കുറിച്ച് താല്പര്യമുള്ളവർക്ക് വായിച്ച് പഠിക്കാൻ പറ്റിയൊരു സാധനം. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഓരോ കേസിലും വലിയ ശ്രമം, വലിയ അധ്വാനം ആവശ്യമുണ്ട്. അപ്പോൾ പ്രതിഭാഗത്ത് ശക്തന്മാർ വരുമ്പോൾ മറുഭാഗത്തും അതിശക്തന്മാർ വരും. അപ്പോൾ മറുഭാഗത്തിൻ്റെ വാദം അത്ര ശരിക്ക് പോയില്ല, ശക്തമായില്ല, മറുവാദം ശരിയായില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചല്ലോ. അവരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റി. പക്ഷേ ദിലീപുമായിട്ട് കോർത്തിണക്കുന്ന ആ ഭാഗം, പ്രോസിക്യൂഷൻ്റെ എവിഡൻസിൻ്റെ ആ ഭാഗം അത്ര തന്നെ ബലവത്തായില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതെ. അതിൻ്റെ കാരണം ഈ സാക്ഷികൾ കൂറുമാറിയതും പിന്നെ മറ്റു സാഹചര്യങ്ങളും, സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ദിലീപിന് അനുകൂലമായിട്ട് മൊഴി കൊടുത്തു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പീഡിപ്പിക്കപ്പെട്ട നടിയും പീഡിതനായ പീഡകനായ ദിലീപും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു വിരോധമോ വൈരാഗ്യമോ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിലും, പിന്നെ ആ വൈരാഗ്യം ഇതുപോലെ ഒരു ഹീനമായ കുറ്റകൃത്യം ചെയ്യാനായിട്ട് പ്രേരകമായി എന്ന കാര്യമൊക്കെ തെളിയിക്കാൻ ബുദ്ധിമുട്ട് വരും. ഇതെല്ലാം കൂടി കോർത്തിറക്കിയാണല്ലോ. ഒരു പ്രതിയെ ശിക്ഷിക്കാൻ വെച്ച് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ രാജ്യത്ത്. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനം എന്ന് പറയുന്നത് പ്രതിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തല്ല. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബേഡനാണുള്ളത്. പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്തമാണ് ഈ പ്രതിയാണ് കുറ്റം ചെയ്തത്, ഈ പ്രതിയാണ് അല്ലാതെ ആരുമല്ല കുറ്റം ചെയ്തത്, ഇയാൾക്ക് ഇതിൻ്റെ അകത്തുള്ള ഇൻവോൾവ്മെൻറ്റ് പകൽ പോലെ വ്യക്തമാണ് എന്ന് കോടതിയെ സംശയാതീതമായിട്ട് ഇത് ബോധിപ്പിക്കണം. സംശയം തോന്നിയാൽ കളി കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ള തെളിവ് അവിടെ കൊടുക്കാൻ കഴിയണം. ഓക്കെ. അല്ല, ഇതിപ്പോൾ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ രാമൻ പിള്ള സർ, അപ്പോൾ അഡ്വക്കേറ്റ് രാമൻ പിള്ള ആൻഡ് അസോസിയേറ്റ്സിൻ്റെ വൈദഗ്ധ്യത്തെക്കുറിച്ചൊക്കെ തന്നെ വലിയ റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ അതിനൊത്തവണ്ണം മറുവശത്തും നിരത്തണമായിരുന്നു വിദഗ്ധരെ. കാരണം മറുവശത്ത് നിന്നവരും മോശമല്ല. ഈ അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ചവർ, അതിജീവിതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയവർ, അവർക്കൊക്കെ തന്നെ ശക്തമായ രീതിയിൽ ഈ കേസിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഈ കോടതിയിലെ വാദപ്രതിവാദങ്ങൾ എന്ന് പറയുന്നത് അതിൽ അറിവ് പ്രധാനമാണ്, ഒപ്പം തന്നെ ബുദ്ധികൂർമ്മത, തന്ത്രം മെനയാനുള്ള കഴിവ്, ഈ പഴുതടച്ചുള്ള വാദങ്ങൾ എങ്ങനെ രക്ഷിച്ചുകൊണ്ട് പോകണം, നിയമത്തിൻ്റെ പഴുതിലൂടെ തൻ്റെ കക്ഷി എങ്ങനെ രക്ഷിച്ചുകൊണ്ട് പോകണം എന്നുള്ള അറിവ്, ഇതിനൊക്കെ തന്നെ തടയിടുവാൻ തക്ക വൈദഗ്ധ്യമുണ്ടാകണം. ചിലരൊക്കെ തന്നെ ചില ആക്ഷേപം ഉന്നയിക്കുന്നത് കണ്ടു, എന്തുകൊണ്ട് കുറേ കൂടി കരുത്തുറ്റ ഒരാളെ വാദമേൽപ്പിച്ചില്ല എന്ന്. അല്ല, ഇതൊക്കെ ഈ സന്ദർഭത്തിൽ പലർക്കും നമുക്ക് പല ആക്ഷേപങ്ങളും പലരെ കുറിച്ചും പറയാം. ഈ ആദ്യം നിയമിതനായ വക്കീൽ മോശക്കാരനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ആണല്ലോ മറ്റേ സൗമ്യയുടെ കേസൊക്കെ പ്രോസിക്യൂട്ട് ചെയ്ത് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വാങ്ങിച്ചു കൊടുത്ത്. അദ്ദേഹമാണ് ആദ്യഘട്ടത്തിൽ ഹാജരായത്. കാരണം ഈ സ്ത്രീപീഡന കേസായതുകൊണ്ടും സൗമ്യയുടെ കേസ് ഒരു വിജയിച്ച ഉദാഹരണമായിട്ട് മുമ്പിലുണ്ടായിരുന്നുകൊണ്ടും അദ്ദേഹത്തെ എൻഗേജ് ചെയ്തതാണ്. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് TV പ്രഭാകരൻ അല്ലെങ്കിൽ MN സുകുമാരൻ നായരൊക്കെ വരികയാണെങ്കിൽ മറുഭാഗത്ത് കുഞ്ഞിരാമ മേനോനെ എൻഗേജ് ചെയ്യുമായിരുന്നു പ്രോസിക്യൂട്ടറായിട്ട്. അപ്പോൾ പല കേസുകളിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ മേരിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു നേഴ്സിനെ അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നൊരു വൈദികൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഒരു പ്രസിദ്ധമായ കേസാണ്. 96-97 കാലത്തൊക്കെ കൊല്ലത്ത് ഉണ്ടായതാണ്. ഫാദർ ആൻ്റണി സേവർ അങ്ങനെ എന്തോ ഒരു പേരാണ്. ഇയാൾ വാടക ഗുണ്ടകളെ അയച്ച് കൊലപ്പെടുത്തി. അത് വലിയ കുളലൊക്കെ സൃഷ്ടിച്ച കേസാണ്. കൊല്ലം സെഷൻസ് കോടതിയിൽ വിചാരണ ചെയ്ത് ഇവരുടെ വീട്ടിൽ വന്ന് ബോംബെറിയുകയും ഈ സ്ത്രീയെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വാടക ഗുണ്ടകൾ. ഈ ഗുണ്ടകൾക്ക് താമസ സൗകര്യം ഒരുക്കിയതും അവർക്ക് കുറ്റകൃത്യം കഴിഞ്ഞു വന്നപ്പോൾ പൈസ കൊടുത്തൊക്കെ വൈദികനാണ് എന്നുള്ളത് കോടതിയിൽ തെളിയിക്കാൻ പറ്റി. അങ്ങനെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞു. വൈദികനെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചു, 1-ാം പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അതിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഇവരുടെ ജീവപര്യന്തമാക്കി കുറച്ചു, പ്രതികളുടെയൊക്കെ ശിക്ഷ ശരിവെച്ചു. അപ്പോൾ ഗൂഢാലോചന അടക്കം തെളിയിച്ചു. അത് കുഞ്ഞിരാമേനോൻ സാറായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അപ്പോൾ അത്രയും പ്രഗത്ഭന്മാരായ വക്കീലന്മാർ പ്രോസിക്യൂട്ടറുമായിട്ട് വരണം. ഇപ്പോൾ പുത്തൂർ മോഹൻരാജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ അതുപോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിരുന്നു MK ദാമോദരൻ. ഈ MK ദാമോദരനെതിരായിട്ട് മോഹൻരാജ് നമ്മുടെ SME പീഡന കേസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു പണ്ട്. ഓക്കെ. ലിയോക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ മന്ത്രിസഭയുടെ സമയത്താണ്, 2004-2006 കാലത്ത്. നമ്മുടെ ഇപ്പോഴത്തെ ശ്രീജിത്ത് അന്ന് കോട്ടയത്തെ SP ആയിരിക്കുന്ന സമയത്താണ് ഈ കേസ് ഉണ്ടാകുന്നത്. കോട്ടയത്തെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഒരു വിദ്യാർത്ഥിനിയാണ്, സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിൻ്റെ മറവിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു കേസ്.
ആ കേസിൽ M.K. ദാമോദരനാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായത്. M.K. ദാമോദരൻ്റെ ജൂനിയറായിരുന്ന ആളാണ് ഈ പുത്തൂർ മോഹൻരാജ്. ആ മോഹൻരാജ് ദാമോദരനെ തോൽപ്പിച്ച് പ്രതികൾക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള വക്കീൽമാരെ വേണ്ട. നമ്മൾ ചെറുപ്പക്കാരാണ്, അല്ലെങ്കിൽ താരതമ്യേന പ്രായം കുറഞ്ഞവരാണ്, എക്സ്പീരിയൻസ് കുറഞ്ഞവരാണെന്ന് വെച്ച് താഴ്ത്തി കെട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ കോടതിയിലെ അന്തരീക്ഷം വളരെ വളരെ ഹോസ്റ്റൈലായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും പറയുന്നത്. ഓക്കെ. അത് ആദ്യത്തെ പ്രോസിക്യൂട്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, P.T. തോമസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കേസ് നടത്തിയ ശ്രീ അജയകുമാറും ഇപ്പോഴല്ല, നേരത്തെ ഇതിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് ഒരു ദിവസം എറണാകുളത്ത് കോടതിയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറയേണ്ടതായിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സുഖകരമല്ലാത്ത അന്തരീക്ഷത്തിലാണ്, പ്രക്ഷുബ്ധമായ കാലാവസ്ഥയിലാണ് ഇതിൻ്റെ വിചാരണ പൂർത്തീകരിച്ചത്. അതുമാത്രമല്ല, ഓരോ സാക്ഷികളെയും എത്ര ദിവസമാണ് വിസ്തരിച്ചത്, ഏതാണ്ട് 480 ദിവസമായിട്ട് ഇതിൻ്റെ വിചാരണ നീണ്ടു. അതിൽ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP ബൈജു പൗലോസിന് മാത്രം 103 ദിവസവും 104 ദിവസമായിട്ട് എതിർവിസ്താരം നടത്തിയെന്ന് പറഞ്ഞു. അത് ഒരു പക്ഷേ ലോക റെക്കോർഡായിരിക്കും. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് 100 ദിവസത്തിലധികം ആ എതിർവിസ്താരം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ IV ശശിയുടെ അങ്ങാടി അല്ലെങ്കിൽ ഈ നാട് മുതലായ സിനിമകൾ ഓടിയ പോലത്തെ ഒരു ഓട്ടമായിരുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ക്രോസ് വിസ്താരം. അല്ല, ഇത്തരത്തിലുള്ള കേസുകളിൽ അങ്ങ് പറഞ്ഞു, ഇപ്പോൾ അങ്ങയുടെ അനുഭവം പങ്കുവെച്ചു പലരും, ഇത് സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്, ഹോസ്റ്റൈലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു എന്ന്. ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കപ്പെടുന്നത് ഏത് വിധത്തിലാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്? അത് പറയാൻ പറ്റുമോ അങ്ങേക്ക്? അല്ല, അവർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഈ പ്രതിഭാഗത്തിന് ഇത് രണ്ട് ഭാഗവും സന്തുലിതമായിട്ട് കൊണ്ടുപോകണമല്ലോ. പ്രോസിക്യൂട്ടർക്ക് കുറ്റം തെളിയിക്കാനും പ്രതിഭാഗത്തിന് കുറ്റം ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ രണ്ടുപേർക്കുള്ള അവസരം, അല്ലെങ്കിൽ രണ്ടുപേരുള്ള ആ കോടതിയിലെ ബാലൻസ് വളരെ പ്രധാനമാണ്. ഇവിടെ ആ രീതിയിലൊരു ബാലൻസ് ഉണ്ടായിരുന്നില്ല. പ്രോസിക്യൂട്ടർ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക്, പ്രതികൾക്ക് വേണ്ടിയിട്ട് 10-30 വക്കീൽമാർ, 30 വക്കീൽമാർ, 8, 9, 10 പ്രതികളാണുള്ളത്. അതിൽ ശരിക്കും 3-4 വക്കീൽമാരുടെ ആവശ്യമുള്ളൂ. കാരണം ഒരു വക്കീലിന് 2-3 പ്രതികൾക്ക് വേണ്ടിയിട്ടോ. ആ ഓരോ വക്കീലും വരുന്ന ഒരു വലിയ വ്യൂഹം അഭിഭാഷകരുമായിട്ടാണ്. അവരൊക്കെ കോടതിയിൽ വന്നുണ്ടാക്കുന്ന ഒരു വലിയ കലബിലയുടെയും ഒച്ചപ്പാടിൻ്റെ ഒരു അന്തരീക്ഷം, അതിനെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കുന്നതിന് ഈ ജഡ്ജിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇവർ പറഞ്ഞ ഒരു പരാതി. മാത്രമല്ല, പ്രതിഭാഗം ഉന്നയിക്കുന്ന എല്ലാ തർക്കങ്ങളും സഹർഷം സ്വാഗതം ചെയ്യും, അത് അംഗീകരിക്കുകയും ചെയ്യും. പ്രോസിക്യൂട്ടർ ഉന്നയിക്കുന്ന തർക്കങ്ങളും തടസ്സവാദങ്ങളൊന്നും ഗൗനിക്കാതിരിക്കുകയും ചെയ്യും എന്നുള്ളതൊക്കെയായിരുന്നു ഇവരുടെ പരാതി. അത് സുരേഷനും പറഞ്ഞത് തന്നെയാണ്, അത് തന്നെയാണ് അജയകുമാറും പിന്നീട് പറഞ്ഞത്. ഓക്കെ. അത്തരത്തിലൊരു പക്ഷപാതം കാണിക്കുവാൻ ന്യായാധിപന്മാർക്ക് സാധിക്കുമോ സാർ നമ്മുടെ സിസ്റ്റത്തിൽ? അല്ല, എൻ്റെ അനുഭവത്തിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു കോടതിയിലും. എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ 36-37 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ഹാജരായ ഒരു കോടതിയിലും, അത് ഹൈക്കോടതിയിലായാലും വിചാരണ കോടതിയിലാണെങ്കിലും, അത്രയും ഒരു ഇംബാലൻസ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വളരെ പക്ഷപാതിത്വപരമായ, വളരെ പ്രകടമായിട്ട് പക്ഷപാതിത്വം കാണിക്കുന്ന ഒരു ജഡ്ജിയെ കണ്ടിട്ടില്ല. ഇനി ജഡ്ജിമാർക്ക് പക്ഷപാതിത്വം ഉണ്ടാകാം. ഒരു ജഡ്ജി ഒരു പ്രതിയെ സഹായിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഓക്കെ. ഒന്നും പറയാതെ ശാന്തമായിരുന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് പ്രതിക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുത്ത് വെറുതെ വിടാം. ആർക്കും ഒരു ആക്ഷേപം ഉണ്ടാവില്ല, ഒരു പരാതി ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ ഈ പർട്ടിക്കുലർ ജഡ്ജിക്ക് അവർ പ്രതികളോട് അമിതമായ ആനുകൂല്യം കാണിക്കുന്ന ആളാണെന്നോ, അല്ലെങ്കിൽ പ്രോസിക്യൂഷനോട് വലിയ വിപ്രതിപത്തി വെച്ച് പുലർത്തുന്ന ആളാണ് എന്നോ വിചാരിക്കുകയാണെങ്കിൽ തന്നെ ഓക്കെ, അവർക്ക് ശാന്തമായിട്ടും നിശബ്ദമായിട്ടും ഇത് തന്നെ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യുന്നവരാണ് കൂടുതൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഈ പ്രത്യേക ജഡ്ജി എന്തോ അവർക്ക് മാത്രം അറിയാവുന്ന കാരണത്താൽ നിരന്തരമായി പ്രോസിക്യൂഷനെ ഡീമോറലൈസ് ചെയ്യും, സാക്ഷികളെ ഓട് പരുഷമായിട്ട് പെരുമാറുകയും, പ്രത്യേകിച്ച് സ്ത്രീകളായ സാക്ഷികളോട് പരുഷമായിട്ട് പെരുമാറുകയും, ഈ വരുന്ന ആളുകൾക്ക് ഈ കോടതിയിൽ വന്ന് തെറ്റായിപ്പോയി എന്നൊരു തോന്നലുണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. ആ പരാതി വിചാരണ തുടങ്ങിയ അന്ന് മുതൽക്ക് വിചാരണ തീർന്ന അന്ന് വരെയും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വിവാദ വിഷയമാക്കി തീർത്തിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി പ്രതിയെ സഹായിക്കാൻ വേണ്ടി, എന്നാൽ പ്രതികളെ ശരിക്കും സഹായിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ രീതിയിലുള്ള ഒച്ചപ്പാടും ബഹളമായിരുന്നെങ്കിൽ 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഇല്ലേ? പ്രതികളോടുള്ള യഥാർത്ഥമായ അനുതാപം ജഡ്ജിക്കിട്ട് സഹാനുഭൂതി ഉണ്ടെന്ന് വിചാരിക്കും. അതെ. ഈ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ P.T. തോമസ് മറ്റ് സാക്ഷികൾ അനുഭവിച്ച പോലെ ഒരു വലിയ ഒരു പ്രതിഭാഗ അനുകൂല
സാഹചര്യമാണ് ആ കോടതിയിൽ ഉണ്ടായിരുന്നത് എന്ന് സമ്മതിച്ചാൽ തന്നെയും ആ രീതിയിലുള്ള ആനുകൂല്യം വിധിയിൽ കാണുന്നില്ല. ഓക്കെ. ഞാൻ പറഞ്ഞത് ലിയോക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? മനസ്സിലായി, മനസ്സിലായി. ജഡ്ജി പ്രകടമായിട്ടും പ്രതികൾക്ക് അനുകൂലം വരുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷന് എതിരായിരുന്നു. പക്ഷേ വിധി വന്നപ്പോൾ 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചിരിക്കുകയാണ്. അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ദിലീപിന് മാത്രമേ ഒരു ആനുകൂല്യം കിട്ടിയുള്ളൂ. ഓക്കെ. സാർ, അപ്പോൾ ഈ പലരും ഉന്നയിക്കുന്ന ഒരു സംശയമുണ്ട്, ഇത് ആർക്ക് വേണ്ടി ഇവർ ഇത് ചെയ്തു? ഇപ്പോൾ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ കോടതിക്ക് ന്യായമായും ഈ ഒരു വിഷയത്തിൽ ആ ഒരു കാര്യത്തിലേക്ക് കൂടി അന്വേഷണം നടക്കേണ്ടതല്ലേ? അതായത് ഈ പൾസർ സുനിയും കൂട്ടരും തികച്ചും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവരാർക്ക് വേണ്ടി ഇത് ചെയ്തു? നടി അങ്ങനെ ഗുണ്ടകളുടെ ആക്രമണത്തിന് ഇരയാകാൻ എന്ത് കാരണം? ഇത് അന്വേഷണ വിധേയമാകേണ്ടതല്ലേ? അതെ, അത് അന്വേഷണ വിധേയമാകേണ്ടതാണെങ്കിലും കോടതി ആ ഭാഗം അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കോടതിയുടെ മുമ്പിലുള്ള തെളിവുകൾ വച്ചിട്ട് അതെ, ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായിട്ട് ആരോപിക്കപ്പെടുന്ന പ്രതികൾ ആ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി ഇവർ മറ്റാരുടെയെങ്കിലും താല്പര്യപ്രകാരമാണോ, ഇപ്പോൾ ദിലീപിൻ്റെ അല്ല വേറെ ആരുടെയെങ്കിലും ആണോ എന്ന കാര്യം കോടതി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കോടതി ആ കൂട്ടിൽ നിൽക്കുന്ന പ്രതികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 1 മുതൽ 6 വരെ പ്രതികൾ ആരുടെയോ താല്പര്യപ്രകാരം ഇത് ചെയ്തു. അത് ആരാണ് എന്നുള്ളത് വ്യക്തമല്ല. അത് ദിലീപ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. അപ്പോൾ കോടതി 1 മുതൽ 6 വരെ പ്രതികളുടെ പേരിൽ കുറ്റം കണ്ടെത്തിയിരിക്കുന്നു, അവരെ ശിക്ഷിക്കും. മറ്റ് പ്രതികളുടെ കാര്യത്തെക്കുറിച്ച് കോടതി നോക്കേണ്ട ആവശ്യമില്ല. അത് കോടതിയുടെ ലുക്കൗട്ടിൽപ്പെട്ട കാര്യമല്ല. ദിലീപിന് വേണ്ടിയിട്ടല്ല എന്ന് കോടതി, അല്ലെങ്കിൽ ദിലീപിന് വേണ്ടിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടത്ര മെറ്റീരിയൽ കോടതിയുടെ മുമ്പിലില്ല. അതുകൊണ്ട് ദിലീപിന് ഒഴിവാക്കി. ഇതാണ് സംഭവിച്ചത്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നാണ് ഇപ്പോൾ ദിലീപ് പറയുന്നത്. അതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നും അദ്ദേഹം സൂചന നൽകിയിരുന്നു. ആ ഒരു വിഷയത്തിൽ നിയമപരമായിട്ടുള്ള സ്കോപ്പ് എത്രത്തോളമാണ്? അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില ഉണ്ടയില്ല വെടികളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു പരിശുദ്ധ പുണ്യവാളനാണ് എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം പുള്ളിയും പുള്ളിയുടെ ചില സൈബർ ഗുണ്ടകൾ ചേർന്ന് കുറേ കാലമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയതല്ല, ഒരുപാട് കാലമായിട്ടുണ്ട്. മാത്രമല്ല പുള്ളിയുടെ ആരോപണത്തിന് ഒരു സാമുദായിക സ്വഭാവം കൂടിയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഈ ദിലീപ് പുണ്യവാളനാണ്, പരിശുദ്ധനാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ ചില ഹിന്ദുത്വ സൈബർ തീവ്രവാദികളാണ്. അത് ശ്രദ്ധിച്ചു. ഈ കേസ് വിധിച്ച ജഡ്ജി CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ മകളാണ്. ഇപ്പോഴത്തെ സെക്രട്ടറിയിൽ തൊട്ട് മുമ്പത്തെ സെക്രട്ടറി. ഓക്കെ. അപ്പോൾ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ BJPക്കാർക്ക് അല്ലെങ്കിൽ RSS ചിന്താഗതിക്കാരായ ആളുകൾക്ക്, സൈബർ ഗുണ്ടകൾക്ക് ഈ ജഡ്ജിയുടെ നിഷ്പക്ഷതയെക്കുറിച്ച് യാതൊരു സംശയമില്ലാത്തത്, അല്ലെങ്കിൽ ദിലീപിൻ്റെ നിഷ്കളങ്കതയെക്കുറിച്ച് ഇത്രയും നിർബന്ധം എന്ന് ചോദിച്ചാൽ, ദിലീപ് ഒരു കാലത്തും RSSകാരനും BJPക്കാരനും വരുന്നില്ല. എൻ്റെ അറിവിലും ഓർമ്മയിലും പുള്ളി കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങൾ അയൽവാസികളാണ്. അത് ലിയോക്കറിയോ? ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അയൽവാസികളും ബന്ധുക്കളുമാണ്. എനിക്ക് കുട്ടിക്കാലത്ത് തൊട്ട് അദ്ദേഹത്തെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അറിഞ്ഞപ്പോൾ തന്നെ ഇതിന് പുറകിൽ പുള്ളിയായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചത്. ചെറുപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് അത്തരത്തിലുള്ള ഒരു രീതി ഉണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു എലമെൻറ്റും ഉണ്ട്. അത് പിന്നെ അത് കൂടുതൽ പ്രകടമായി എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അപ്പോൾ അതുകൊണ്ട് കോടതിയുടെ വിധി എന്ത് തന്നെയാണെങ്കിലും എനിക്ക് എൻ്റേതായ ഒരു നിഗമനം അന്ന് തന്നെ ഉണ്ട്. പിന്നീട് പുറത്തു വന്ന തെളിവുകളും അതിനെ സാധൂകരിക്കുന്ന രീതിയിലായിരുന്നു. ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവാണ് പ്രധാനം. അതെ. അപ്പോൾ തെളിവിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. എനിക്കിപ്പോൾ അതിൽ പരാതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ പരാതിപ്പെട്ടാൽ കാര്യമില്ല. പല കേസുകളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. കുറ്റം ചെയ്തവർ, നേരിട്ട് പങ്കെടുത്തവർ ശിക്ഷിക്കപ്പെടുകയും കുറ്റത്തിന് ഇന്ധനവും മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്ത ആളുകൾ രക്ഷപ്പെട്ടു പോയി ചെയ്യും. മിക്കവാറും കേസിലും അങ്ങനെ സംഭവിക്കാറ്. ഏത് കേസിലും. അപ്പോൾ അത് ഈ കേസിന് സംഭവിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതിൽ കവിഞ്ഞ പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതില്ല. പക്ഷേ ഈ കേസിലെ പ്രതികളും അതുപോലെ ഇരയാക്കപ്പെട്ട ആളുകളൊക്കെ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നവരായതുകൊണ്ട് ഇത്ര വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയത്. ശരിയാണ്. എന്തായാലും ഈ കേസ് കേരളത്തിൽ 8 വർഷമായി നിലനിന്ന ഒരു കേസിലാണ് ഇപ്പോൾ താൽക്കാലിക വിരാമം എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. കാരണം ഇത് മേൽക്കോടതിയിലേക്ക് പോകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിൽ നടൻ ദിലീപിനെ കുറ്റമുക്തനാക്കി. പക്ഷേ ഈ കേസിൻ്റെ വിചാരണ വേളയിൽ പലപ്പോഴും സംശയകരമായിട്ടുള്ള പലതും സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രോസിക്യൂട്ടർമാരായി ഈ കേസിൽ ഇടപെട്ടിട്ടുള്ളവർ പരാതി പറഞ്ഞതായാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളതും ഇവിടെ വ്യക്തമാവുകയാണ്. പക്ഷേ കോടതിക്ക് മുന്നിൽ തെളിവാണ് പ്രധാനം. തെളിവ് പരിഗണിച്ചുകൊണ്ട് കോടതി തീർപ്പ് കൽപ്പിക്കുന്നു ഓരോ കേസിലും. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള
വാദപ്രതിവാദങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുമോ? അതുപോലെ തന്നെ കുറ്റവിമുക്തരാക്കപ്പെട്ടവർക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടിയിലേക്ക് പോകാൻ ഉള്ള ഇടയുണ്ടാകുമോ എന്നൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യമാണ്. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.